ഹൈ സോ നിങ്ങളുടെ ഹാർമോണിക് പാറ്റേൺസിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഹാർമോണിക് പാറ്റേൺസും അതിൻ്റെ എക്സ് ടു എ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്ന വാല്യൂസ് വരുമ്പോൾ ഇന്ന എസ് എൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു എൻട്രി എടുക്കുന്നത്. ഇങ്ങനത്തെ പാറ്റേൺസിനാണ് നമ്മൾ ഈ പേര് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഇപ്പോൾ വളരെ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എ വിട്ട് വെളിയിലോട്ട് പോകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ 0.886 അതാ ഈ ഒരു ലെവലിലൊക്കെ ഇവിടം വരെ ഇവിടെ നിന്നായിരിക്കും അത് ഇതാവുന്നത്, മനസ്സിലായില്ല, റിജക്റ്റ് ആകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അത് മുകളിലോട്ട് പോകും നമുക്ക് പറയാൻ പറ്റും. ടി പി വയ്ക്കേണ്ടത് സി ടു ഡി വാല്യൂ എടുത്തിട്ട് നമ്മൾ അവിടെ 0.382 അതുപോലെ 0.618 നമ്മളിത് മാത്രം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ടോപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടി പി ആയി ഡീസിൽ വയ്ക്കാം. സി വരെയൊക്കെ വരും. 90% ഓഫ് ദ പാറ്റേൺസും സി വരെയും എ വരെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ സേഫിലായിട്ട് ടാർഗറ്റ് വയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിവേസ് നമുക്ക് ഈ പറയുന്ന പാറ്റേൺസ് എല്ലാം ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു. അതിനുശേഷം ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഒരു പാറ്റേൺ ഇവിടെ ഫോം ആകുമ്പോൾ ഈ ശരത് ബ്രോ പറഞ്ഞതുപോലെ 886 എൻട്രി വയ്ക്കണോ, 786 എൻട്രി വയ്ക്കണോ, അതോ ക്രാബിന് 1.618 എൻട്രി വയ്ക്കണോ, അൾട്ടിബാറ്റിന് 1.13 എൻട്രി വയ്ക്കണോ, അതാ ബട്ടർഫ്ലൈക്ക് 1.272 എൻട്രി വയ്ക്കണോ, അതായത് 4 എസ് എൽ ഹിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആയിരിക്കും ഒരു ഇ പി ഹിറ്റ് ആവുന്നത്. ഇത് 4 എസ് എൽ ഹിറ്റായാലും എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് എന്ത് ചെയ്യും നമുക്ക് വരും. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഹാർമോണിക് പാറ്റേൺ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുക, മനസ്സിലായി. അപ്പോൾ തുടക്ക സമയങ്ങളിൽ ഇങ്ങനത്തെ ഡൗട്ട് വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യേണ്ടത് ആസ് എ മെൻറ്റോർ എൻ്റെ കടമയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് എക്സ് ടു എ വാല്യൂവും അതുപോലെ സി ടു ഡി വാല്യൂ ആണ് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ് ടു ബി വാല്യൂ ആണ്. എക്സ് ടു ബി വാല്യൂ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഹാർമോണിക് പാറ്റേൺ റിഫൈൻമെൻറ്റിലോട്ട് കടക്കും. അപ്പോൾ അതിൽ ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഹാർമോണിക് പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എക്സ് ടു വാല്യൂ ഞാൻ എടുത്തിട്ട്, ഇപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വൈസാണ്. നമ്മൾ ഹാർമോണിക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ പറയുന്ന 4 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ആയി കഴിഞ്ഞു, മനസ്സിലായില്ലേ. അപ്പോൾ എക്സ് ടു എ വാല്യൂ എടുത്ത് നമ്മൾ ഹാർമോണിക് പാറ്റേൺ വരച്ച്, വരച്ചതിന് ശേഷം ഈ വരുന്ന ബി കണ്ടോ, ഇപ്പോൾ ഒരു ബി പോയിൻ്റ് വരുമല്ലോ. ഞാനിപ്പോൾ ഒരു ഹാർമോണിക് പാറ്റേൺ വരച്ചു കഴിഞ്ഞാൽ ഒരു ഹാർമോണിക് പാറ്റേൺ വരച്ചു കഴിഞ്ഞാൽ അതിന് എക്സ് ടു എ ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എ വരും, ഇവിടെ എ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ബി സെക്ഷൻ വരുമല്ലോ, ഇവിടെ അതിൻ്റെ ബി സെക്ഷൻ വരുമല്ലോ. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഈ ബി പോയിൻ്റ് ഫിബനാച്ചി നമ്പറിൽ ഇപ്പോൾ നമ്മൾ എക്സ് ടു എ ഇവിടെ നിന്ന് ഇങ്ങനെ ഫിബനാച്ചി വരയ്ക്കുമ്പോൾ ഈ ബി വരുന്നത് 0.382 ആണെങ്കിൽ അവിടെ ഇപ്പോൾ ബി വന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് പിന്നെ റിജക്റ്റ് ആയി പോകുമല്ലോ. ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പിന്നെ ഒരു സീക്രട്ട് ആകും. അവിടെ നിന്ന് പിന്നെ ഈ ബി ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുമല്ലോ. അപ്പോൾ ഈ ബി ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ബി വന്നിട്ട് 0.382 ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് റിവേഴ്സായിട്ട് ഇതേപോലെ ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഇത് പോസിബിളായിട്ട് 4 ഹാർമോണിക് പാറ്റേണാണ് സൂചിപ്പിക്കുന്നതാണ്. 1 ബാറ്റ്, 2 ക്രാബ്, 3 ഷാർക്ക്, 4 സൈഫർ. ഈ 4 പാറ്റേൺസിന് മാത്രമേ എന്ത് പറ്റൂ, ഈ പറയുന്ന ഒരു 3.82 എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. വെരി ബെറ്റ്. അപ്പോൾ ഈ പറയുന്ന 4 ഹാർമോണിക് പാറ്റേൺസിനാണ് അത് ഇതാകുന്നത്, ആപ്ലിക്കബിൾ ആകുന്നത്. 1 ബാറ്റ്, 2 ക്രാബ്, 3 ഷാർക്ക്, 4 സൈഫർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ബാറ്റിൻ്റെ വാല്യൂ വരുന്നത് 0.886 ആണ്. അതുപോലെ തന്നെ ക്രാബിൻ്റെ വാല്യൂ വരുന്നത് 1.618 ആണ്. ഷാർക്കിൻ്റെ വാല്യൂ വരുന്നത് 0.786 ആണ്. അതുപോലെ സൈഫറിൻ്റെ വാല്യൂ വരുന്നത് 0.886 ആണ്. അപ്പോൾ നമ്മുടെ ബാറ്റ് അതുപോലെ ഷാർക്ക് രണ്ടിനും ഈ പറഞ്ഞ 886 ആണ് എൻട്രി ക്രൈറ്റീരിയ. അതുപോലെ സൈഫറിന് 0.786 ആണ്. അതുപോലെ ക്രാബിന് 1.618 ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ. ഈ പറയുന്ന ബി 0.382 വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന 4 പാറ്റേൺ ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഫിബനാച്ചി സീക്വൻസിൻ്റെ നെക്സ്റ്റ് നമ്പർ, അതായത് 0.382 കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന നമ്പർ, അതായത് 0.5. അഥവാ നമ്മൾ ഈ പറയുന്ന ഹാർമോണിക് പാറ്റേൺ വന്ന് ഫോം ആകുമ്പോൾ
എക്സ് ടു എ കഴിഞ്ഞിട്ട് ബി വന്നിട്ട് ഈ 0.5 എന്നാണ് റിജക്റ്റ് ആയിട്ട് ഈ ഹാർമോണിക് പാറ്റേൺ ഫോം ആകുന്നതെങ്കിൽ ഈ പറയുന്ന ഈ ഒരു 0.5 ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹാർമോണിക് പാറ്റേൺ റിജക്റ്റ് ആവാനായിട്ട് 2 പാറ്റേണിൻ്റെ ചാൻസേ ഉള്ളൂ. ഒന്ന് ബാറ്റ്, 2 ഷാർക്ക്. ബാറ്റിൻ്റെ ഷാർക്കിൻ്റെ വാല്യൂ എവിടെ വരുന്നത് 0.886. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0.5 റിജക്റ്റ് ആയിരിക്കുന്നത്. ഉടനെ ഇവിടെ എൻട്രി വെച്ച് ഇവിടെ SL വെച്ച് നമ്മൾ എവിടെയാണ് TP വയ്ക്കാൻ നിൽക്കുന്നത് അവിടെ തന്നെ TP വയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വൈസ് ഉള്ള എൻട്രിയാണ്. മൂന്നാമത് നമുക്ക് വരുന്നത് ഈ തൊട്ട് താഴത്തെ നമ്പറായ 0.618 ആണ്. അഥവാ ഇങ്ങനൊരു ഹാർമോണിക് പാറ്റേൺ 0.618 വന്ന് നിൽക്കുവാണെങ്കിൽ 618 എന്നാണ് വന്ന് തിരിച്ച് കയറിയിട്ട് പിന്നെ ഈ ബി ബ്രേക്ക് ചെയ്തതെങ്കിൽ ഈ പറയുന്ന പാറ്റേൺസിന് ഈ പറഞ്ഞ ഹാർമോണിക് പാറ്റേൺ 4 ഡിഫറെൻറ്റ് ഹാർമോണിക് പാറ്റേൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്ന് ക്രാബ്, അതായത് 1.618 എന്ന് റിജക്റ്റ് ആവുമെന്ന്, അതുപോലെ സൈഫർ 0.786 എന്ന്, അതുപോലെ ഗാട്ട്ലി 0.786, അതുപോലെ ഷാർക്ക് 0.886. മനസ്സിലായില്ലേ? ഷാർക്ക് എന്ന് പറഞ്ഞത് നമ്മളെ ബാറ്റ്, ഇപ്പോൾ ബാറ്റ് ഇതിൻ്റെ അകത്തല്ലേ, ഇതിൻ്റെ അകത്ത് വന്നിട്ട് 886 എന്ന് റിജക്റ്റ് ആകുന്നു. അപ്പോൾ ഷാർക്ക് എന്ന് പറഞ്ഞാൽ ഈ എയുടെ വെളിയിൽ പോയിട്ട് 886 എന്ന് റിജക്റ്റ് ആവുന്നത്. മനസ്സിലായില്ലേ? ഷാർക്ക്. അത് കഴിഞ്ഞിട്ട് സൈഫർ വരുവാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ വന്നിട്ട് ഗാട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് 786 എന്ന് റിജക്റ്റ് ആവുന്ന. അതുപോലെ സൈഫർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെളിയിൽ പോയിട്ട് എയുടെ വെളിയിൽ പോയിട്ട് 786 എന്ന് റിജക്റ്റ് ആവുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ക്രാബ് മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ സൈഫർ, ഗാട്ട്ലി, ഇപ്പോൾ ഈ പറഞ്ഞ ഷോൾഡർ കണ്ടോ, ഇത് ഇപ്പോൾ കാണുന്ന ഏതൊക്കെ പാറ്റേൺ ആണ് ഈ പറയുന്ന എയുടെ വെളിയിലോട്ട് പോകുന്നത്? അപ്പോൾ ഒന്ന് നമുക്ക് ഷാർക്ക്, 2 നമുക്ക് ഗാട്ട്ലി. ഈ 2 പാറ്റേൺസ് ആണ് എന്ത് പറ്റുന്നത്? ഈ എയുടെ വെളിയിൽ പോകുന്നത്. പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാനതാണ് ഈ ക്രാബും സൈഫറും തമ്മിലൊന്ന് തിരിഞ്ഞു പോയി എനിക്ക്. അതിനുശേഷം പിന്നെ ഫുള്ള് കൺഫ്യൂഷനായി. ആക്ച്വലി ഈ പറയുന്ന ഷാർക്കും സൈഫറുമാണ് ഇതിൻ്റെ വെളിയിലോട്ട് പോകുന്നത്. ഗാട്ട്ലി ഇതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വെളിയിലോട്ട് പോകുന്നതിന് അകത്തോട്ട് നിൽക്കുന്നതിന് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രാബും അതുപോലെ ഷാർക്കും അകത്താണ് നിൽക്കുന്നത്. ഓക്കെ, ക്രാബും അതുപോലെ ഗാട്ട്ലിയും അകത്താണ് നിൽക്കുന്നത്. സൈഫറും ഷാർക്കും എന്താണ് വെളിയിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാർമോണിക് പാറ്റേൺ ഫോം ആയിട്ട് ഈ പറയുന്ന 618 എന്ന് റിജക്റ്റ് ആകുമ്പോൾ നിങ്ങൾ പറയും 4 പാറ്റേൺ ഇല്ലേ, ഇത് 4 നമ്മൾ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. ഷോൾഡർ, ഇതിൻ്റെ ആ ഒരു സി എവിടെയാണ് നോക്കണം. സി എനെ വിട്ട് വെളിയിലോട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന സൈഫർ ഓർ ഷാർക്ക് ആയിരിക്കും അവിടെ വരുന്നത്. അതല്ല ഇതിൻ്റെ അകത്ത് നിന്നാണ് ഫോം അയക്കുന്നെങ്കിലോ ക്രാബ് അല്ലെങ്കിൽ ഗാട്ട്ലി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗാട്ട്ലിയിൽ എൻട്രി വയ്ക്കണം. ഗാട്ട്ലിയിൽ SL ഹിറ്റ് ആവുകയാണെങ്കിലോ ഷാർക്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് 618 എൻട്രി വയ്ക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. നെക്സ്റ്റ് ഫിബൊനാച്ചി സീക്വൻസിലെ നമ്പർ എടുത്ത് നോക്കാം. 0.786. 0.786 വരുവാണെങ്കിൽ, അഥവാ നമ്മുടെ ഈ ബി പോയിൻറ്റ് 0.61 വെരി ബെറ്റ് സോറി ഫോർ ദാറ്റ്, ഒരു ചെറിയ എക്സ്റ്റൻഷൻ്റെ ഡിലേ ആയിരുന്നു. അപ്പോൾ 0.786 ലെവൽ, നേരത്തെ പാറ്റേൺ പറഞ്ഞത് 0.618 ലെവൽ, ഇനി പറയാൻ പോകുന്നത് 0.786 ലെവൽ. അഥവാ ഈ പറയുന്ന ബി പോയിൻറ്റ് 0.786 എന്ന ലെവലിൽ നിന്നാണ് പിന്നെ റിജക്റ്റ് ആയിട്ട് ഈ പറയുന്ന ബി ബ്രേക്ക് ചെയ്തെങ്കിൽ ഈ പറയുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ബട്ടർഫ്ലൈ ആയിരിക്കും. സോ ബട്ടർഫ്ലൈയുടെ എൻഡ് വരുന്ന എവിടെയാണ് 1.272, SL വരുന്ന എവിടെയാണ് 1.414, അതിന് ടാർഗറ്റ് വരുന്ന എവിടെയാണ് നേരത്തെ C2D വരച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. നല്ലൊരു RR കിട്ടുന്ന റേഡ് തന്നെയാണ് ബട്ടർഫ്ലൈ. അപ്പോൾ 0.786 എന്നാണ് ഈ ബി ഫോം ആവുന്നതെങ്കിൽ അത് ബട്ടർഫ്ലൈ ആയിരിക്കും ബൈ ഡിഫോൾട്ട്. നെക്സ്റ്റ് നമുക്ക് ഡീപ്പ് ക്രാബ് വരണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫിബൊനാച്ചി സീക്വൻസിലെ നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 0.886 എടുക്കുവാണ്. അതായത് ഈ പറയുന്ന എക്സ് ടു എ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ബി വരുന്നത് 0.886 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ വേറെ ബട്ടർഫ്ലൈ നോക്കരുത്, ഗാട്ട്ലി നോക്കരുത്, സൈഫർ നോക്കരുത്, ഷാർക്ക് നോക്കരുത്, ഡീപ്പ് ക്രാബ് ആയിരിക്കണം നോക്കേണ്ടത്. ഡീപ്പ് ക്രാബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനിന്ന് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാ നമ്മുടെ ഡീപ്പ് ക്രാബിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ക്രാബും ഡീപ്പ് ക്രാബും തമ്മിലുള്ള വ്യത്യാസം? പലർക്കും ഇപ്പോൾ തന്നെ കാര്യം കത്തി കാണും. വേറെ ഒന്നുമല്ല, നേരത്തെ പറഞ്ഞ ഇതാ ഈ 0.618 ലെവലിൽ നിന്നും അതുപോലെ തന്നെ അതിന് മുന്നേ പറഞ്ഞ 0.382 ലെവലിൽ നിന്നും ഇവിടെ രണ്ടെന്ന് നമുക്ക് എൻട്രി എടുത്താലും എന്ത് ക്രാബ് കിട്ടും. പക്ഷേ ഡീപ്പ് ക്രാബ് എൻട്രി വരുന്ന എപ്പോഴാണ്? ഈ പറഞ്ഞ ബി വാല്യൂ 0.886 വന്ന് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഡീപ്പ് ക്രാബ് വരുന്നത്. അപ്പോൾ എക്സ് ടു എ വരെ ഫിബൊനാച്ചി ഡ്രാ ചെയ്തിട്ട് ഈ പറഞ്ഞ 886 എന്നാണ് ഇത് റിജക്റ്റ് ആയേക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ഒരേ ഒരു എൻട്രിയേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ ഡീപ്പ് ക്രാബ്. ഡീപ്പ് ക്രാബിൻ്റെ എൻട്രി സെയിം ആണ് 1.618, SL സെയിം ആണ് 2, ടാർഗറ്റ് സെയിം ആണ് നേരത്തെ C2D വരച്ചിട്ട് 0.382ഉം 0.618ഉം.
ബട്ട് ഈ വരുന്ന ക്രൈറ്റീരിയ ഇത്രയേ ഉള്ളൂ. ബി വാല്യൂ എപ്പോഴും 0.886 ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ, ഡീപ്പ് ക്രാവ് നമുക്ക് എടുക്കാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചോദിക്കും ഇതുവരെ ഉള്ളൂ ഹാർമോണിക് എന്ന്. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന 1 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ബ്രേക്ക് ആണോ? അല്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ഹാർമോണിക് വരുന്നത് ഈ പറയുന്ന 0.886 ഒരു റിപ്പീറ്റ് അടിച്ചൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ 0.886 618 കണ്ടിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ ടച്ച് ചെയ്തില്ല, ഒന്ന് ചെറുതായിട്ട് വിക്ക് ഇടം വരെ വന്നു, കാര്യമാക്കരുത്, മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ റഫ് വാല്യൂ ആണ്. ഇപ്പോൾ 0.618 വാല്യൂ 0.5 അകത്ത് ഇപ്പോൾ 0.6 അല്ലെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അതുപോലെ ഇപ്പോൾ 0.5 കറക്റ്റ് 0.5 എന്ന് റിജക്റ്റ് ആവണമെന്നുണ്ടോ മാർക്കറ്റ്? ഇല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പക്ഷേ അവിടെ നമുക്കിത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് 0.382 ആയാലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പക്ഷേ ഒരുപാട് മാറരുത്, ഇങ്ങനെ വരുന്ന മാറരുത്. ഇതിനിടയ്ക്ക് ഈ ഒരു ലെവലൊക്കെ നിൽക്കുവാണെങ്കിൽ ഓക്കെ ആവും. ടു ബി പ്രിസൈസ് ഒരു ഫിബനാച്ചി എടുത്തിട്ട് ഇതിൻ്റെ വാല്യൂടെ ഇടയ്ക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. റേഞ്ചിന് ടെംപ്ലേറ്റ് എടുത്തിട്ട് വരച്ചു കൊടുക്കുക. വരച്ചിട്ട് ഈ പറയുന്ന 50% ഉണ്ടോ ആ ഒരു വാല്യൂണ്ട്, ഇതിൻ്റെ മുകളിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 0.318 വാല്യൂസ് തന്നെ എടുക്കാം. താഴോട്ട് പോയി കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ഇവിടെ ഇതേ നോക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ, അത്ര സിമ്പിളാണ്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറയുന്ന ഷോൾഡർ വെളിയിൽ വരുന്ന പാറ്റേൺ മനസ്സിലായില്ലേ? ഇത് എന്ന് പറഞ്ഞാൽ ഷാർക്ക് അതുപോലെ സൈഫർ, ഇത് രണ്ടേ ഉള്ളൂ. അതായത് ഷോൾഡർ അകത്തോട്ട് വരുന്നത് നമുക്ക് ബാറ്റ്, ക്രാബ്, അതുപോലെ ഗാട്ട്ലി, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്ത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഞാൻ നേരത്തെ ഇവിടെ ഓരോ കാര്യങ്ങളും ഹാർമോണിക് പാറ്റേണിനെ കുറിച്ചിട്ടും വരച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് 1.272 അതെല്ലാം പറഞ്ഞിരുന്നു. ക്രാബ് 1.618, അതുപോലെ സൈഫറിനും ഷാർക്കിനും വെളിയിൽ പോയിട്ടുണ്ട്, ഗാട്ട്ലിക്കും ബാറ്റിനും അകത്ത് ഇപ്പോൾ ഉണ്ട്. ഒരേ ഒരു വ്യത്യാസം, ബാറ്റ് എന്ന് പറയുന്നത് 0.886 അതുപോലെ തന്നെ ഗാട്ട്ലി 0.786. ഷോൾഡർ വെളിയിലോട്ട് വരുന്നതിൻ്റെ രണ്ട് വ്യത്യാസം പറയുകയാണെങ്കിൽ ഷാർക്കും 886 അതുപോലെ സൈഫർ 786 അതായത് ഷാർക്കും ബാറ്റിനും എൻട്രി സെയിം ആണ്, പക്ഷേ ഷോൾഡർ മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഇത് എനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്, ഇത് എയുടെ അകത്തേക്ക് പോകുന്നു. ക്രാബ് രണ്ടും എയുടെ അകത്ത് നിൽക്കുന്നതാണ്, കണ്ടോ? എ ബ്രേക്ക് ചെയ്ത് പോകത്തില്ല. ഞാനിപ്പോൾ ബുള്ളിഷ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷിനും ഇത് തന്നെയാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് എം ഷേപ്പാണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത്, കാരണം എന്ന് പറഞ്ഞാൽ വരയ്ക്കാൻ എളുപ്പമായുണ്ടാകും. തിരിച്ചാണെങ്കിലും എക്സിറ്റ് എ വാല്യൂ എടുക്കുക. എടുത്തതിന് ശേഷം ഈ പറഞ്ഞ ബി എവിടെയാണെന്ന് നോക്കുക. ബി 618 ആണോ, 382 ആണോ, 0.5 ആണോ, 0.786 ആണോ, 0.886 ആണോ? 0.886 ആണെങ്കിൽ 1.618 ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കും. എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഈ 2 വെക്കും. ടാർഗറ്റ് വരുന്ന എവിടെയാണ്? നമ്മൾ ഇവിടെ നിന്ന് C2D വാല്യൂ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് 0.318 ഫസ്റ്റ് ടാർഗറ്റ്, 0.618 സെക്കൻഡ് ടാർഗറ്റ്. പേഴ്സണലി ഞാൻ പറയാമല്ലോ, ഞാൻ ഇവിടെയൊക്കെ 0.786 TP വയ്ക്കുന്നത്. 1:3 ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. അതുപോലെ ഞാൻ ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് ലെസിൽ വയ്ക്കുന്നത്. ചിലപ്പോൾ കുറച്ച് മുകളിലോട്ടായിരിക്കും എൻട്രി. ടെക്സ്റ്റ് ബുക്ക് വൈസ് ഞാൻ പോകത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വൈസാണ് പോകേണ്ടത്. നമ്മളിനി സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ കുറച്ചും കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് അതിനോട് കമ്പൈൻ ചെയ്യും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡിമാൻഡ് സോൺ, ഇതൊരു ഡിമാൻഡ് സോൺ, ബ്ലൂ കളർ കൊടുത്തിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്യാം. ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് പ്രൈസ് വളരെ ഹെവി ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു എക്സ് ഫോമായി. എല്ലാ മൂവ്മെൻറ്റും എക്സും എയും ഉണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് എക്സ് ഫോമായി. അത് കഴിഞ്ഞിട്ട് ഇത് എ ഫോമായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സ് ടു എ ഇത് ഫിബനാച്ചി വരയ്ക്കുമല്ലോ. ഞാൻ ഫിബനാച്ചി വരയ്ക്കുവാണ്. വരച്ച് കഴിഞ്ഞിട്ട് ഇതിവിടെ വന്നിട്ട് 0.5 ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ പോട്ടെ 0.886 വന്ന് നിൽക്കുവാണ്. അല്ലെങ്കിൽ വേണ്ട, ഇത് മതി. 0.382 വന്ന് നിൽക്കുവാണ്. അതിനുശേഷം അവിടെ എന്ത് പറ്റും? ഒരു ബി ഫോം ആവും. ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ സി ഫോം ആവും.
സി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ 0.382 എന്നാണല്ലോ റിജക്റ്റ് അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതാണ്. ഉടനെ നമ്മൾ എന്ത് പറ്റും, നേരത്തെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു PDF ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇപ്പോൾ 0.382 നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന പോസിബിൾ പാറ്റേൺസ് ബാറ്റ്, ക്രാബ്, ഷാർക്ക്, സൈഫർ. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ അതെല്ലാം എടുത്ത് നോക്കുക. ബാറ്റ്, ഷാർക്ക്, ക്രാബ്, സൈഫർ. അപ്പോൾ അതാ കണ്ടോ, ക്രാബ്, സൈഫർ, ബാറ്റ്, ഷാർക്ക്. ബാറ്റ്, ഷാർക്ക് എല്ലാം ഉണ്ട്. അകത്തേക്കുന്ന ഏതാണ്? ബാറ്റ്. അതുപോലെ നമുക്ക് വേറൊന്നും വരുന്നില്ല, ബാറ്റ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ഔട്ടാണ്. അപ്പോൾ നമ്മൾ റിഫൈൻ ചെയ്തെടുത്ത ബാറ്റിൻ്റെ എൻട്രി വരുന്ന എവിടെ? 0.886. SL വരുന്ന എവിടെ? X1. നമ്മൾ ഉടനെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നു. അങ്ങോട്ട് പോകുന്നു. നമുക്ക് മനസ്സിലാവുന്നു ഇവിടെ ബാറ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാറ്റിൽ എൻട്രി വയ്ക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുന്നു. ഈ പറയുന്ന 1 X1 വയ്ക്കുന്നു. ടാർഗറ്റ് അളക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വരെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ബി ബ്രേക്ക് ചെയ്ത ഉടനെ നമുക്കിവിടെ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആയില്ലേ എവിടെ നിന്ന് എങ്ങനെ എടുക്കുന്നു? അപ്പോൾ നിങ്ങൾ ചോദിക്കും C to D ക്രിയേറ്റ് ആയില്ലല്ലോ. D എവിടെയാണ് ആക്ച്വലി? ഇതാ ഇവിടെയല്ലേ D വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? C to D നിങ്ങൾ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ടാർഗറ്റ് എവിടെയാണ് വരുന്നത്? 0.618 ഫൈനൽ ടാർഗറ്റ്. ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് 50% ബുക്ക് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് റെസ്റ്റ് ലീവ് ചെയ്യുന്നു. മാർക്കറ്റ് എന്ത് ചെയ്യും? അവിടെ വന്നിട്ട് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും, ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇതാണ് ഈ ഒരു എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമുക്ക് യൂറോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട എഥീറിയം USDT തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. മോസ്റ്റ്ലി നമുക്കൊരു 5 മിനിറ്റിലൊക്കെ സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അല്ല, ഈ 5 മിനിറ്റിലൊന്നും എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ പറയത്തില്ല നിങ്ങളുടെ അടുത്ത് ഇത് 5 മിനിറ്റിൽ എടുക്കാൻ. കാരണം അതൊക്കെ നമ്മൾ കൺഫർമേഷൻസ് ജനറേറ്റ് എടുക്കേണ്ട സോൺസാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ബൈബിറ്റിൽ നോക്കാം. കാരണം ബൈനാൻസിൽ ആക്ച്വലി ഞാൻ വേറെ ചാർട്ട് ഇട്ടേക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ, ഈ ഒരു റേഞ്ച് വല്ലതും എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് പോകാം. ഇവിടെ തന്നെ ഇപ്പോൾ ലൈവായിട്ട് ഒരെണ്ണമുണ്ട്. പക്ഷേ ഇത് വാലിഡ് പാറ്റേൺ, ഞാനതൊക്കെ പറഞ്ഞുതരാം. സോറി, ഇത് വാലിഡ് പാറ്റേൺ ആണ്. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് ആക്ച്വലി വേണ്ടത് ചെക്ക് ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ട് തരാം. ഇത് ഇത്രയും നിങ്ങൾക്ക് വേണ്ട ചെക്ക് ലിസ്റ്റ് ആക്ച്വലി വെച്ച് ഡേർട്ടിയാണ്. ഇപ്പോൾ ഞാൻ PDF ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ X, A, B, C, D അതെല്ലാം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ പാറ്റേൺ എടുത്ത് തന്നെ ചെയ്യാം. X, നെക്സ്റ്റ് ഇവിടെ A ഞാൻ മാർക്ക് ചെയ്യുവാണ്. നെക്സ്റ്റ് ഇവിടെ B ഞാൻ മാർക്ക് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് C ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇത്ര ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഇപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ B വാല്യൂ എവിടെയാണ് വന്നതെന്ന് നോക്കുവാണ്. അപ്പോൾ X to A വരെ ഞാൻ ഫിബൊനാച്ചി ഡ്രോ ചെയ്യുവാണ്. B വാല്യൂ കറക്റ്റ് ടച്ച് ചെയ്തേക്കുന്നത് എവിടെയാണ്? നമ്മളെ 0.886 ലെവലിലാണ്. 0.886 ടച്ച് ചെയ്തേക്കുന്നതെങ്കിൽ ഒരേ ഒരു എൻട്രി വരത്തുള്ളൂ. അത് എവിടെയാണ് വരേണ്ടത്? 1.618 ഡീപ്പ് ക്രാബ്. നമ്മളവിടെ നിന്ന് എൻട്രി വയ്ക്കുന്നു. കാരണം നമുക്ക് ക്രൈറ്റീരിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ ഡീപ്പ് ക്രാബ് 0.886 അതിന് എൻട്രി വരുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുവാണെങ്കിൽ ഡീപ്പ് ക്രാബ് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളതെടുത്ത് മാറ്റി. പിന്നെ C to D വരെ ഞാൻ വയ്ക്കുവാണ്. അതിൻ്റെ 0.382 ഫാസ്റ്റ് TP, 0.618 സെക്കൻഡ് TP. സോ നമ്മുടെ എൻട്രി വരുന്നത് ഇവിടെയാണ്. എൻട്രി വരുന്നത് ഇവിടെയാണ്. സ്റ്റോപ്പ് ലോസ് വരുന്നത്, ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് സംവെയർ അറൗണ്ട് ഹിയർ. ഓക്കെ, നമുക്ക് എന്താണ് നടക്കുന്നത് നോക്കാം. അവിടെ വന്നിട്ട് റിജക്റ്റ് ആയിട്ട് നേരെ നമ്മളെ SL ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഹാർമോണിക് പാറ്റേൺ പിടിക്കാം. ഇവിടെ ഒരു ഹാർമോണിക് പാറ്റേൺ ആയിരുന്നു, പക്ഷേ അത് ഞാൻ കൺസിഡർ ചെയ്തില്ല. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഇതൊരു ഹാർമോണിക് പാറ്റേൺ ആണ്, പക്ഷേ അത് അത്ര ഒരു ചെറിയൊരു മൈന്യൂട്ട് ഇതായതുകൊണ്ട് ഞാനത് കൺസിഡർ ചെയ്തില്ല. ഇവിടെ ഒരു ഹാർമോണിക് പാറ്റേൺ ഫോം ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒരുപാട് വൈൽഡായിപ്പോയി.
ഇതൊരു ഹാർമോണിക് പാറ്റേൺ ആണ്, ഒരു ബെയറിഷ് ട്രെൻഡിലാണ് വന്നേക്കുന്നത്. ശേഷം നമുക്ക് ഈ പറയുന്ന ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്കില്ല് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് നോർമലി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നില്ല. എക്സ് എ ബി സി അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഡി മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ് ടു എ വരെ മാർക്ക് ചെയ്യുവാണ്. ബി വന്ന് റിജക്റ്റ് ആയിരിക്കുന്നത് 0.618 0.618 ഏതൊക്കെ ഇതാണ് വരുന്നത്? 0.618 ക്രാബ് വരും, സൈഫർ വരും, ഗാട്ട്ലി വരും, ഷാർക്ക് വരും. നമുക്ക് ഈ ഷോൾഡർ വെളിയിലോട്ടാണ് പോയേക്കുന്നത്. സോ നമുക്ക് ഗാട്ട്ലി കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ക്രാബും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ഓൺലി സൈഫർ ഓർ ഷാർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് 0.618 ലെവലിലാണ് റിജക്റ്റ് ആയേക്കുന്നത്, വെളിയിലോട്ടാണ് പോയേക്കുന്നത്. സോ 2 എൻട്രി നമുക്ക് എടുക്കാൻ പറ്റും, ഒന്ന് സൈഫർ, ഒന്ന് ഷാർക്ക്. ഞാനൊന്ന് 2 എൻട്രീസ് ഒന്ന് സൂം ചെയ്യണമെങ്കിൽ സൈഫർ നമുക്ക് 0.786 എടുക്കാൻ പറ്റും, ഷാർക്ക് നമുക്ക് 0.886 എടുക്കാൻ പറ്റും. പക്ഷേ 2 എൻട്രി ഇടുവാണ്. ഒന്ന് 0.786 സ്റ്റോപ്പ് ലോസ് വിത്ത് 1 സെക്കൻഡ്, സ്റ്റോപ്പ് ലോസ് 1, അതുപോലെ സെക്കൻഡ് എൻട്രി വരുന്നത് 0.886 സ്റ്റോപ്പ് ലോസ് 1, സ്റ്റോപ്പ് ലോസ് കുറച്ച് സ്റ്റോപ്പ് ലോസ് 1 ഇത് ഞാൻ എടുത്ത് കളയുവാണ്. അതിനുശേഷം ടാർഗറ്റ് വരേണ്ടത് സി ടു ഡി 0.618 ഫുൾ ടാർഗറ്റ്, 0.618 ഫുൾ ടാർഗറ്റ്. അപ്പോൾ നമ്മളുടെ എൻട്രി വരുന്നത് ഇവിടെ, അതുപോലെ ഇവിടെ എസ് എൽ വരുന്നത് കറക്റ്റ് ഇവിടെ, ടി പി വരുന്നത് ഇവിടെ. ഒക്കെ എൻട്രി എങ്ങനെ പോകുന്നുണ്ടോ നോക്കാം. ബോത്ത് നമ്മുടെ 2 ഇപ്പോൾ ഷാർക്കും നമ്മളുടെ സൈഫറിൻ്റെ എൻട്രിയും അതുപോലെ തന്നെ ഷാർക്കിൻ്റെ എൻട്രിയും 2 എൻട്രിയും ടാപ്പായിരുന്നു കണ്ടോ. 2 എൻട്രിയും ടാപ്പായിട്ട് നമുക്ക് 0.228R ഒന്നിലും അതുപോലെ 0.6R രണ്ടിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6Rഉം 2R ചേർത്ത് 8Rൻ്റെ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇത് എസ് എൽ ഹിറ്റായി പോയിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കിപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത കുറച്ച് എക്സാമ്പിളിലിട്ട് പോവാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഓക്കെ ഇവിടെ മാർക്കറ്റിൽ. നമുക്ക് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. കറൻ്റ്ലി എനിക്കും ചെറുതായിട്ട് കൺഫ്യൂസ് ആകും, കാരണം ഈ മാർക്കറ്റൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ് ആകത്തില്ല. ടെക്സ്റ്റ് ബുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ സാമ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഓക്കെ, ഇവിടെ നമുക്കൊരു ഹാർമോണിക് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഞാനിതാ ഇവിടെ എക്സ് എ ബി സി ഡി വരയ്ക്കുവാണ്. ഇത് എക്സ് എ, ഇത് ബി, ഇത് സി. നമുക്ക് ഡി എവിടെ വരുന്നതെന്നൊക്കെ നോക്കാം. ഇത് എക്സ് ടു എ വാല്യൂ വരയ്ക്കുമ്പോൾ ബി വന്ന് റിജക്റ്റ് ആക്കുന്നത് കറക്റ്റ് 0.786 എന്നാണ്. നമ്മുടെ ചീറ്റ് ഷീറ്റിലോട്ട് പോകുന്നു. 0.786 ഏതൊക്കെ എടുക്കാൻ നോക്കുന്നു? 0.786 ബട്ടർഫ്ലൈ മാത്രമേ എടുക്കാൻ പറ്റൂ. ബട്ടർഫ്ലൈയുടെ എൻട്രി വരുന്നത് ഇവിടെയാണ്, എസ് എൽ വരുന്നത് ഇവിടെയാണ് 1.278. അതുപോലെ ഇവിടെ ഡൗട്ട് വരുന്നെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക, ഇവിടെ പോയി നോക്കുക. അപ്പോൾ ബട്ടർഫ്ലൈയുടെ 1.272 1.414 ഇത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് ഞാനവിടെ മാർക്ക് ചെയ്തു. എൻട്രി അവിടെ വരുന്നു. എസ് എൽ ടാർഗറ്റ് സി ടു ഡിയിൽ 0.618 0.4R ഞാനങ്ങ് റൗണ്ട് ചെയ്തെടുക്കണം. 4R നമുക്ക് അവിടെയാണ് എൻട്രി വന്നത്. ഇപ്പോൾ എൻട്രി വന്നത് ദിസ് ഏരിയ, എസ് എൽ വന്നത് ഇവിടെയാണ്, ടാർഗറ്റ് വന്നത് ഇവിടെ. ഫസ്റ്റ് ടാർഗറ്റ് സംവെയർ അറൗണ്ട് ഹിയർ വരും. നമുക്കിനി നോക്കാം. അത് ചെറുതായിട്ടൊന്ന് എസ് എൽ ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആക്ച്വലി നമ്മളവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ നോട്ടീസ് ചെയ്യാതെ പോകരുത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അതായത് കണ്ടോ, ആക്ച്വലി ഇവിടെ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത് ബി ബ്രേക്ക് ചെയ്യുമ്പോഴേ. അപ്പോൾ നമ്മളിപ്പോൾ അതാണ്ട് ഈ ബി ബ്രേക്ക് ചെയ്യുന്നവരെ കാത്തിരിക്കും. ഒരു ഹാർമോണിക് പാറ്റേൺ ട്രേഡർ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബി ബ്രേക്ക് ചെയ്യുന്നവരെ കാത്തിരിക്കും. നമ്മൾ ബി ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ അനലൈസിസ് എല്ലാം ചെയ്തിട്ടേക്കും. അപ്പോൾ ബിയിൽ റിജക്റ്റ് ആക്കുന്നത് 0.786 ആണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാം ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ പാറ്റേൺ ഇവിടെ ആകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി അവിടെ ഇട്ട് വെച്ച്, ലിമിറ്റ് അവിടെ ഇട്ട് വെച്ച് ഓട്ടോമാറ്റിക്കലി ഒന്ന് ടി പി ഹിറ്റ് ആയതുണ്ടോ, TP1 ഹിറ്റായി. ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ സി ടു ഡി കാണിച്ചു തരാം. കണ്ടോ, സി ടു ഡി സംവെയർ കറക്റ്റ് പെർഫെക്റ്റ് സി ടു ഡി കണ്ടോ, 0.382 ലെവൽ. ഇതാണ് ഹാർമോണിക് പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പെർഫെക്റ്റ് എൻട്രി. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കി റൺ ചെയ്യിപ്പിക്കാം, എസ് എൽ ബ്രേക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു പാറ്റേൺ നമുക്കിവിടെ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞു.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ആക്ച്വലി ഇങ്ങനെയാണ് ഈ ഹാർമോണിക് പാറ്റേൺ വർക്ക് ആകുന്നത്. കറക്റ്റ് ഞാൻ ആ പോയിന്റിൽ തന്നെ റിവേഴ്സലായതുണ്ടോ. നെക്സ്റ്റ് പാറ്റേൺ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ വ്യൂ എപ്പോഴും ചുരുങ്ങിയിരിക്കരുത്, കുറച്ചും കൂടി എന്താണ് വൈൽഡ് ആയിരിക്കണമെങ്കിൽ നമുക്ക് പാറ്റേൺസ് മിസ്സാവാതിരിക്കും. ഹയർ ടൈം ഫ്രെയിം ആണെങ്കിൽ കുറച്ചും കൂടി ഹയർ പ്രോബബിലിറ്റി ആയിരിക്കും, അത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതൊക്കെ ഒരു ഹാർമോണിക് പാറ്റേൺ ആണ്, ഡബ്ല്യു ആണ്. പക്ഷേ ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, നമുക്ക് ആ ഒരു വിന്നിങ് റേറ്റ് ഒക്കെ കുറവായിട്ടുള്ള പാറ്റേൺ ആയിരിക്കും. ഇതൊരു ഹാർമോണിക് പാറ്റേൺ ആണ്, ഡബ്ല്യു ഉണ്ടോ? ഇതൊന്നും ഞാൻ കൺസിഡർ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടോ, പക്ഷേ ഇതൊന്നും ഞാൻ കൺസിഡർ ചെയ്തില്ല. ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് സംവെയർ അറൗണ്ട് 0 പോയിൻറ്റ് ബട്ടർഫ്ലൈ ആയിരുന്നു. ബട്ടർഫ്ലൈ ഒക്കെ SLET ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ കൺസിഡർ ചെയ്തില്ല. കാരണം അത്ര ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഇത്രയും ചെറിയൊരു പാറ്റേൺ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഓവറോൾ എടുക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. നമുക്ക് എക്സ് എ, ഇവിടെ ബി, ഇത് സി, അത് കഴിഞ്ഞിട്ട് ഡി. ബി വന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫിബനാച്ചി എക്സ് ടു എ വരെ ഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് 0.872 ആ ഒരു ലെവലിലാണ് വന്നേക്കുന്നത്. ഇങ്ങനത്തെ എൻട്രീസ് ആക്ച്വലി നമുക്ക് കൺസിഡർ ചെയ്യാതിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം, ഇതൊരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യരുത്, കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. ഇതൊരു ബട്ടർഫ്ലൈ ആണ്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ഇതിൻ്റെ പാറ്റേൺ ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുവാണ്. 0.382 അതുപോലെ തന്നെ 0.618 രണ്ട് ഇത് വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ എൻട്രി വരുന്നത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ എൻട്രി ഇവിടെയാണ്. അപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ആ പറയുന്ന കറക്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തോ ഒന്നുമല്ല റിജക്റ്റ് ആയിരിക്കുന്നത്, കുറച്ച് ദൂരം നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് TP ഹിറ്റ് ആവാനൊക്കെ ചാൻസ് കുറവാണ്. എനിവേസ് ബട്ടർഫ്ലൈ തന്നെയാണ്. ഓക്കെ, പ്രോബബിലിറ്റി കുറവാണെന്നുള്ളൂ, സ്റ്റിൽ ബട്ടർഫ്ലൈ തന്നെയാണ്, പ്രോബബിലിറ്റി ഉള്ള ട്രേഡൊക്കെ തന്നെയാണ്. എതീരിയം പോലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി അസറ്റിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, കെയർഫുള്ളായിട്ട്. ഇത് കണ്ടോ, കറക്റ്റ് അത് SL ഹിറ്റ് ചെയ്യുമെന്ന് അറിയാമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തന്നെയാണ്, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇതൊന്നും ഇങ്ങനത്തെ ട്രേഡൊന്നും എടുക്കാതിരിക്കുക. നമുക്ക് കറക്റ്റ് അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് എ വരച്ചിട്ട് കറക്റ്റ് ഒരു റിജക്ഷൻ കിട്ടിയ പോയിന്റ് ഒക്കെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത പോയിന്റ്സ് എടുക്കാതിരിക്കുക. ഓക്കെ, നമുക്കത് എടുത്ത് കളയാം, പുതിയ എൻട്രീസ് ആക്കാം. ഒരു 5 മിനിറ്റ് വരെയൊക്കെ ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ലെവൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഡിമാൻഡ് സോണും 1 മിനിറ്റിലെ ഹാർമോണിക് പാറ്റേൺ അങ്ങനെയൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഹാർമോണിക് പാറ്റേൺ വേണ്ടി മാത്രം വെച്ച് സ്കാൽപ്പ് ചെയ്യും, അതുകൊണ്ട് അതിൻ്റേതായ ഒരു റിസ്ക് കാണും. അല്ലാതെ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡോട് വെച്ചിരുന്നെങ്കിൽ കുറേ കൂടി റിസ്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു ഹാർമോണിക് പാറ്റേൺ കൈൻഡ് ഓഫ് എ ഫോം ആയിരുന്നു, പക്ഷെ ഞാനത് കൺസിഡർ ചെയ്തില്ല. കാരണം ഈ പറഞ്ഞ എ ബ്രേക്ക് ചെയ്ത് ഒരുപാട് പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാറുണ്ട്, ഞാനത് കൺസിഡർ ചെയ്ത് കാണിച്ചു തരാം. എക്സ് എ ബി സി, എക്സ് ടു എ വാല്യൂ 0.618 എന്നാണ് റിജക്റ്റ് അയക്കുന്നത്. 0.5 എന്നാണ് ആക്ച്വലി റിജക്റ്റ് അയക്കുന്നത്. നമുക്ക് ഏതൊക്കെ എൻട്രീസ് എടുക്കാനുണ്ട്? 0.5 ബാറ്റ്, അതുപോലെ തന്നെ ഷാർക്ക്. എന്താണ് ബാറ്റ് ഷാർക്ക്? ഷോൾഡർ മാത്രം വ്യത്യാസം വരും, രണ്ടിൻ്റെ എൻട്രിയും TP ഒക്കെ സെയിം ആണ്. ഓക്കെ, രണ്ടിൻ്റെ എൻട്രിയും. അപ്പോൾ ഷോൾഡർ എങ്ങോട്ടാണെന്ന് നോക്കുക, ഷോൾഡർ വെളിയിലോട്ടാണോ അകത്തോട്ടാണോ? ഇത്രയാണോ നോക്കുക, ഷോൾഡർ വെളിയിലോട്ടാണ്, അപ്പോൾ അത് ഷാർക്കാണ്. എൻട്രി വരുന്നത് ഇവിടെ ആയിരുന്നു 886. അതൊക്കെ അന്ന് SL ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ എന്താണ് ഒരു ഹാർമോണിക് പാറ്റേൺ ആണ്, മനസ്സിലായില്ല? ഞാൻ കൺസിഡർ ചെയ്തതിൻ്റെ കാര്യം ഇത് തന്നെയാണ്, കാരണം അതൊരു ക്ലീൻ ഹാർമോണിക് പാറ്റേൺ അല്ല. ക്ലീൻ ഹാർമോണിക് പാറ്റേൺ നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു ട്രേഡും ആയിരിക്കും അത്. അതാണ് ഹാർമോണിക് പാറ്റേൺ കൊണ്ട് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഗുണം. ഇതൊരു ഹാർമോണിക് പാറ്റേൺ ആയിരുന്നു, കണ്ടോ? ഇത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഈ പറയുന്ന ലോ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാം. എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു
0.618, അതായത് കണ്ടോ 0.618 ആ ലെവലിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ഒരു ഇത് കിട്ടുമായിരുന്നു, നമുക്ക് എം ഷേപ്പ് എൻട്രി കിട്ടുമായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല ഇതുവരെ. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ ആക്ച്വലി ഇത് ഫണ്ണാണ്. ഇതൊരു പാറ്റേൺ ബ്രേക്ക് ഔട്ടായിരുന്നു. ഓക്കെ, ഒരു പെനൻ ബ്രേക്ക് ഔട്ടായിരുന്നു. ഇതുകൊണ്ടോ അതൊരു പെനൻ ബ്രേക്ക് ഔട്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു ഹാർമോണിക് പാറ്റേൺ ഇവിടെ ഫോം ആവുന്നുണ്ട്. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ തന്നെയാണ്. ഓക്കെ, ഇതൊരു ഡൗൺ ട്രെൻഡാണ് വരേണ്ടത്. പക്ഷേ ഈ ഒരു എക്സാമ്പിളിന് ഇട്ട് ഞാൻ കാണിച്ചു തരാം. എക്സ് എ ബി സി ഇങ്ങോട്ട് ഓരോന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ടു എ വാല്യൂ ആദ്യം എടുക്കണം. എക്സ് ടു എ വാല്യൂ എടുക്കുമ്പോൾ ബി എവിടെയാണ് വരുന്നത്? നമ്മുടെ 0.618 ലെവലിലാണ്. 0.618 ഏതൊക്കെ പാറ്റേൺസ് ഫോം ആവും? ചീറ്റ് ഷീറ്റ് എടുക്കുക. അപ്പോൾ ഈ ചീറ്റ് ഷീറ്റിലത് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. 0.618 ക്രാബ്, സൈഫർ, ഗാട്ട്ലി, ഷാർക്ക്. ഇതിൽ ക്രാബ് എന്ന് പറയുന്നത് എയുടെ അകത്തായിരിക്കും, അതുപോലെ ഗാട്ട്ലി എന്ന് പറയുന്നതും എയുടെ അകത്തായിരിക്കും. സൈഫർ, ഷാർക്കാണ് വെളിയിൽ. ഇത് അകത്താണോ വെളിയിലാണോ? അകത്ത്. അപ്പോൾ ക്രാബ് അല്ലെങ്കിൽ ഗാട്ട്ലി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി ഗാട്ട്ലിക്ക് തന്നെ കൊടുക്കാം. ഗാട്ട്ലിക്ക് ഇതാ ഇവിടെ 0.816 ഇവിടെ എൻട്രി വയ്ക്കാം, ഇവിടെ എസ് എൽ വയ്ക്കാം. സെക്കൻഡ് എൻട്രി വരുന്നത് ക്രാബിനാണ്. 1.618 ടു എസ് എൽ. നമ്മുടെ ടി പി വരേണ്ടത് ഫസ്റ്റ് ഇത് സോറി എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. ഗാട്ട്ലിക്ക് 786 ആയിരുന്നു. ഞാൻ ആ ഒരു തൃപ്തിയിൽ പെട്ടെന്ന് 0.886 കൊടുത്തു. ഓക്കെ, 0.786 നമുക്ക് ടി പി ഡിഫൈൻ ചെയ്യാം. ടി പി ഡിഫൈൻ ചെയ്യാൻ ഫസ്റ്റ് ടി പി 0.382, സെക്കൻഡ് ടി പി വരുന്നത് 0.618. അതായത് നമ്മുടെ ഈ പറയുന്ന ഗാട്ട്ലിക്കും അതുപോലെ തന്നെ സൈഫറിനുമൊക്കെ ഈ പറയുന്ന RR കുറച്ച് കുറവായിരിക്കും വളരെ റിലേറ്റീവ്ലി. അപ്പോൾ ഞാനത് രണ്ടും എടുക്കാറില്ല പൊതുവെ. പിന്നെ ഇതിനു വേണ്ടി എടുത്തതേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ക്രാബാണ്. അപ്പോൾ ക്രാബിനും C to D വരെ എടുത്തിട്ട് നമ്മൾ 0.618 ലാസ്റ്റ് ടി പി വെക്കുകയാണ്. ക്രാബൊക്കെ റിലേറ്റീവ്ലി നല്ല RR ആണ് കമ്പയർഡ് ടു സൈഫർ ആൻഡ് ഗാട്ട്ലി. അപ്പോൾ നോക്കാം ഏതെങ്കിലും ടി പി ഹിറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഇതിപ്പോൾ ഇൻവാലിഡ് ആണ്. ഓക്കെ, സി ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴേ ഇൻവാലിഡ് ആണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കവിടെ ക്രാബ് വന്നിട്ട് ഇപ്പോൾ ടി പി ഹിറ്റ് അവർ ആയിട്ടുണ്ട്. ഓക്കെ, സൈഫർ വന്ന് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ക്രാബ് 2.5 ആർ വന്നായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഗാട്ട്ലി പാറ്റേൺ ഫെയിലായി, പക്ഷേ ക്രാബ് ടി പി ഹിറ്റ്. ഇതിൻ്റെ നെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സീനില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു പാറ്റേൺ ആയിരുന്നു അത്. പക്ഷേ ഈ പറഞ്ഞ ബി ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഇനി അത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു ഹാർമോണിക് പാറ്റേൺ ആണോ? ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കാം. കണ്ടോ കറക്റ്റ്, എന്താ പറയുക, എക്സ് ടു എ വാല്യൂ എടുക്കുക. കണ്ടോ 0.886 കറക്റ്റ് റിജക്റ്റ് ആയി 1 SL. ഇതൊക്കെ നിങ്ങൾക്ക് എൻട്രി ആയിട്ട് എടുക്കാം. ഒരുപാട് എൻട്രീസ് കിട്ടും. ഇത് മാത്രം ഞാൻ സപ്ലൈ ഡിമാൻഡ് യൂസ് ചെയ്യുന്നില്ല, വേറെ ഒരു ആർഡർ കോൺഫറൻസ് യൂസ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് GBPയിലും കൂടി ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിർത്താം. GBP USDയിൽ നമുക്ക് ആൻഡ്രയുടെ ചാർട്ട് എടുത്തിട്ട് കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നല്ലോ 5.25. നമുക്ക് GBP തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ GBPയിൽ ഒരു ചാർട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് കണ്ടോ, നമ്മളെ ബി എന്ന് പറയുന്നത് 0.786 റിജക്റ്റ് ആയതാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി എൻട്രി വരുന്നത് ഇവിടെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ട് ഇവിടെ ഇതായപ്പോൾ, അതായത് ബട്ടർഫ്ലൈ ഫെയിൽ ആയപ്പോൾ ക്രാബിൽ അങ്ങ് എൻട്രി ഇടുവാണ് ചെയ്തത്. എക്സ് എ ബി സി ഡി എക്സ് ടു എ വരച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ വാല്യൂ വന്നത് 0.786 അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലി ബട്ടർഫ്ലൈ പറഞ്ഞിട്ട് SL ഹിറ്റ് ചെയ്തു. ഇവിടെ ആയിരുന്നു എൻട്രി SL. ശേഷം ഞാൻ ക്രാബിലിട്ട് വെച്ചായിരുന്നു. ക്രാബ് കറക്റ്റ് വന്ന് DP ഹിറ്റ് ചെയ്തായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഇനി വരെ ടാർഗറ്റ് ചെയ്യായിരുന്നു. 5 R സുഖമായിട്ട് കിട്ടും നമുക്കിതിൽ നിന്ന്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ഡിഫോൾട്ട് വാല്യൂസ് 2.88 ആറിന് പോയി. PPUSD ആൻഡിലോട്ട് പോയി. ഞാനിതിൽ ഓൾറെഡി ചാർട്ട് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ചാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു ഹാർമോണിക് പാറ്റേൺ
ഇതും ഹാർമോണിക് പാറ്റേൺ തന്നെയാണ്. അതാ ഈ പറയുന്ന പോലെ 0.886 എന്നാണ് റിജക്റ്റ് ആയിരിക്കുന്നത്. ആക്ച്വലി ഇവിടെയാണ് വരേണ്ടത്, പക്ഷേ ഞാനിവിടെ 0.14 ഒരു മാർക്ക് ചെയ്ത് വെച്ചിരുന്നില്ല, എൻട്രി എടുത്തില്ല. കാരണം നമ്മളങ്ങനെ എൻട്രി എടുക്കാൻ പാടില്ല, റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 1 അവർ എടുത്ത് മാറ്റിയിട്ട് സംവെയർ അറൗണ്ട് ഹിയർ വെക്കുവാണ്. ഓവറോൾ ട്രെൻഡൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ എക്സാമ്പിൾ കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. അല്ലാതെ നമുക്കിപ്പോൾ മൾട്ടി ടൈം ഫ്രെയിം കൺഫർമേഷനോ അതൊന്നും നിങ്ങളിപ്പോഴേ പഠിക്കണ്ട. ഓക്കെ, ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ ഹാർമോണിക് പാറ്റേൺ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു ഹാർമോണിക് പാറ്റേൺ നമുക്ക് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ് എവിടെ വരുമെന്ന് വെച്ചാൽ ഞാൻ ഈ ലോ എടുക്കുകയുള്ളൂ. എക്സ് എ ബി സി. നമുക്ക് എവിടെയാണ് എൻട്രി വരുന്നത് നോക്കാം. എക്സ് ടു എ വരെ വരച്ച് വെച്ചിരുന്നുണ്ട്. ഇത് വന്ന് ടച്ച് ആയിരിക്കും 0.5 0.5 വരുമ്പോൾ ബാറ്റ് അല്ലെങ്കിൽ ഷാർക്ക് വരും. ബാറ്റിന് ഷാർക്കിന് രണ്ടിടത്ത് എൻട്രി വരുന്നത് എവിടെയാണ്? 0.886. എസിൽ വരുന്നത് എവിടെയാണ്? 1. ടി പി വരുന്നത് സി ടു ഡി വാല്യൂ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം 0.618 പ്ലാൻ ചെയ്ത് എൻട്രി തന്നെ അത് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. കൺഫർമേഷൻ നമ്മുടെ ആൾറെഡി ടി പി ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇൻവാലിഡ് ആണ്. എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻവാലിഡ് ആണ്, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുവാണ് നിങ്ങളെ കാണിക്കാൻ. ഇതാ അതൊന്ന് എസ് എൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് ടി പി 1 അടുത്ത് വരെ വന്നായിരുന്നു. സ്റ്റിൽ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, അത് ഇൻവാലിഡ് ആണ്. പിന്നെ നമുക്ക് അടുത്ത എൻട്രീസ് നോക്കാം. ഇതിപ്പോൾ ഒരു ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു നല്ല ഹാർമോണിക്കാണ്. എക്സ് എ ബി സി ഡി. എക്സ് ടു എ വരെ വരക്കുവാണെങ്കിൽ 0.786 അപ്പോൾ ബട്ടർഫ്ലൈ ആണ് വരേണ്ടത്. ബട്ടർഫ്ലൈയുടെ എസ് എൽ വരേണ്ടത് ഇതിൻ്റെ താഴെ. ഞാൻ കുറച്ചുകൂടി താഴെ വെക്കുവാണ്. കുറച്ച് വൈൽഡ് ആയിട്ടുള്ള എൻട്രി ആണ് കേട്ടോ. സി ടു ഡി. ടാർഗറ്റ് വരുന്നത് 4.716. അങ്ങനെ മാർക്കറ്റ് വരണമെന്ന് പോലുമില്ല. ഇത് ആക്ച്വലി ഇൻവാലിഡ് ആണ് കേട്ടോ. ഇത് നമ്മളെ മൂവ്മെൻറ്റ് ക്ലീൻ ആയിരിക്കണം, എങ്കിലേ ആ ഒരു ഇതുള്ളൂ. ഹാർമോണിക് പാറ്റേൺ ഒരു വാലിഡിറ്റി ഉള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുന്നത് ഹാർമോണിക് പാറ്റേൺ അല്ല. ഓക്കെ, ഇത് കണ്ടോ, ഇതൊരു ഹാർമോണിക് പാറ്റേൺ ആയിരുന്നു. ഇപ്പോൾ എക്സ് ടു എ വരെ ഞാൻ ഇത് വരയ്ക്കുവാണെങ്കിൽ കണ്ടോ, ഒരു ക്രാബ് എൻട്രി ഒന്ന് ഈസി ആയിട്ട് വരുമായിരുന്നു. കണ്ടോ, റിയാക്റ്റ് ആവുന്നുണ്ടോ? ഞാനിവിടെ 0.786 റിജക്റ്റ് അയക്കുന്നത്. 0.272 എൻട്രി വെച്ചിട്ട് 0. ഇവിടെ എസ് എൽ വയ്ക്കുവാണെന്നായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺ. എന്താ എക്സ് എ ബി സി ഡി. ഈസി ആയിട്ട് നമുക്കവിടെ ഈ പറയുന്ന ബട്ടർഫ്ലൈ കിട്ടിയാണ്. പക്ഷേ ബട്ടർഫ്ലൈയുടെ ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഷോൾഡർ ഒന്നും വെള്ളോട്ട് കയറിയിരിക്കുക. അത് നോക്കുകയാണെങ്കിൽ എൻട്രി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അവിടെ ആ ഒരു എൻട്രി കൺസിഡർ ചെയ്യാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാബും കൺസിഡർ ചെയ്യുന്നു. ഷോൾഡർ ജസ്റ്റ് ഒന്ന് കയറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. സ്റ്റിൽ വർക്കൗട്ടായത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഹാർമോണിക് പാറ്റേൺ മോസ്റ്റ്ലി ഫോം ആവും. നല്ലൊരു ഹാർമോണിക് പാറ്റേൺ ഫോം ആവുമായിരുന്നു. ഓക്കെ, അത് നശിപ്പിച്ച്. ഇതൊക്കെ ഒരു ഫ്രസ്ട്രേഷനാണ് നമുക്ക് ഹാർമോണിക് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം ചില അസറ്റ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിക് പാറ്റേൺ ഫ്രീക്വൻ്റ്ലി ആയിട്ട് വരും. ഇപ്പോൾ യൂറോ USDയിലൊക്കെ എനിക്ക് തോന്നുന്നു ഗോൾഡിൽ ഒക്കെ ഫ്രീക്വൻ്റ്ലി ആയിട്ട് വരും. പിന്നെ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് വരുന്ന ഒരു പാറ്റേണാണ് ഇതൊക്കെ. ബട്ട് നമ്മൾ വേറെ കുറച്ച് അസറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു വോളിയം പോലും കാണത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കൊരു ഇത് തന്നെയാണ്. GBP എടുക്കണ്ടായിരുന്നു, നമുക്ക് ഗോൾഡിൽ ഇത് ചെയ്യായിരുന്നു, ബാക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. XAUSD forex.com ഒരുപാട് ഹാർമോണിക് പാറ്റേണിൻ്റെ ഒക്കെ എക്സാമ്പിൾ 10x ബ്രോക്ക് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് കണ്ടോ, എക്സ് എ ബി
സി ടി. എക്സ് ടു എ വരെ ഞാൻ മാർക്ക് ചെയ്തു. ബി വന്ന് റിജക്റ്റ് ആയിരിക്കുന്നത് 0.618 0.618 ഏതൊക്കെ എൻട്രീസ് കിട്ടും? 0.618 ക്രാബ്, സൈഫർ, ഗാട്ട്ലി, ഷാർക്ക്. അതിൽ ഷോൾഡർ വെളിയാണോ അകത്താണോ? അകത്ത്. അപ്പോൾ നമുക്ക് ഇതിൽ ക്രാബ് വാലിഡാണ്, സൈഫർ വാലിഡ് അല്ല, ഷാർക്ക് വാലിഡ് അല്ല, ഗാട്ട്ലി വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് ഗാട്ട്ലിയും ക്രാബ് രണ്ടിലെങ്കിലും ഒന്നെടുക്കാം. നമുക്ക് ഗാട്ട്ലി എടുക്കണമെങ്കിൽ ഇതാ 0.618 886 എൻട്രി 1 SL. ടി പി വരേണ്ടത് C2 ഡി വരെ പോകണമെങ്കിൽ ഫസ്റ്റ് ടി പി വരേണ്ടത് ഇവിടെ, സെക്കൻഡ് ടി പി വരേണ്ടത് ഇവിടെ. 0.618 ഇതാ. X2A 0.886 എൻട്രി ഇവിടെ നിന്നേ വരുവാണ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഈ ബി ബ്രേക്ക് ചെയ്യുമ്പോഴേ എന്ത് പറ്റും? നമ്മൾ എൻട്രി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ്. നമ്മൾ എൻട്രി ഡിസൈഡ് ചെയ്ത് ലിമിറ്റ് വിട്ട് വയ്ക്കണം MT5 പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിൽ പോയിട്ട്. അപ്പോൾ ബി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ബി ഇതാ ബ്രേക്ക് ചെയ്യുവാണ്. ബി ബ്രേക്ക് ചെയ്ത് ഉടനെ നമ്മൾ എൻട്രി ഇട്ടു, മനസ്സിലായില്ലേ? നമ്മളെ എൻട്രി വരുന്നത് ഇവിടെ, SL വരുന്നതിൻ്റെ മുകളിൽ, ടാർഗറ്റ് വരുന്നത് ഇവിടെ. നല്ല ട്രേഡായിരുന്നു ഗോൾഡിൽ. എത്ര ആറിൻ്റെ ആയിരുന്നു? 4.59 R വിത്ത് ഗാട്ട്ലി പാറ്റേൺ. ഇതാ കണ്ടോ, ഈസി ആയിട്ട്. അതുപോലെ അവിടെ വേറൊരു കാര്യം പറയാനുള്ള സപ്ലൈ സോൺ കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവീസ് ഇട്ടിട്ട് സപ്ലൈ സോൺ. അപ്പോൾ മൾട്ടിപ്പിൾ കൺഫർമേഷനോട് ഇട്ടിട്ടുള്ള ഒരു ട്രേഡ് നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഒരു പാറ്റേൺ. അപ്പോൾ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി പാറ്റേൺസ് കിട്ടുമായിരിക്കും. ഞാൻ 1 hour പോയിട്ട് ബാക്ക് ടെസ്റ്റിനുള്ള ഡേറ്റ എടുത്ത് വയ്ക്കാം. ഇതാ minute. ഓക്കെ, ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് ഫോം ആയിട്ടുണ്ട്. എക്സ് എ ബി സി. നമ്മുടെ ബി ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിബനാച്ചി യൂസ് ചെയ്യുവാണ്. എക്സ് ടു എ വാല്യൂ 0.382 ആണ് റിജക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ 0.382 ഏതൊക്കെ റിജക്റ്റ് ഇതാവും? ബാറ്റ്, ക്രാബ്, ഷാർക്ക്, സൈഫർ. എ വിട്ട് വെളിയിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ക്രാബെന്ന് ഇതിൽ ഷാർക്കും സൈഫറും ഔട്ടാണ്. അപ്പോൾ നമുക്ക് ബാറ്റ് അല്ലെങ്കിൽ ക്രാബേ ആയിട്ടുള്ളൂ. ഓക്കെ, നേരത്തെ ഞാൻ ഇവിടെ ഗാട്ട്ലി പറഞ്ഞു, അത് റോങ് ആയിരുന്നു. ഓക്കെ, ക്രാബ് മാത്രമേ ഇട്ടുള്ളായിരുന്നു, സീനില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ബാറ്റ് അതുപോലെ ക്രാബ് മാത്രം. അപ്പോൾ ബാറ്റിൻ്റെ എൻട്രി വരുന്നത്, ഞാൻ നേരത്തെ കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബാറ്റിൻ്റെ എൻട്രി വരുന്നത് 0.886 SL ഇവിടെ വരുന്നു. അപ്പോൾ നമ്മളെ ക്രാബിൻ്റെ എൻട്രി വരുന്നത് ഇവിടെ 0.168 SL ഇവിടെ വരും. ഫിബനാച്ചി എടുത്ത് മാറ്റുവാണ്. ഫസ്റ്റ് നമ്മൾ X2D വാല്യൂ ഫോർ ഗാട്ട്ലി എടുത്ത് വെക്കുവാണ്. ഇതാ C2D 0.618. ഫസ്റ്റ് ടി പി ഇവിടെ, സെക്കൻഡ് ടി പി ഇവിടെ, എൻട്രി വരുന്നത് ഇവിടെ, SL വരുന്നത് ഇവിടെ. നെക്സ്റ്റ് നമ്മൾ അതേ C2D തന്നെ ഇവിടെ ഡ്രോ ചെയ്യുവാണ്. ഇനി താഴെ വരെ ഡ്രോ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടി പി ഇവിടെ, സെക്കൻഡ് ടി പി ഇവിടെ, എൻട്രി ഇവിടെ, SL ഇവിടെ. അപ്പോൾ 2 എൻട്രീസ് അവിടെ പോസിബിളായിട്ട് ഫോം ആയിട്ടുണ്ട്. എൻട്രി ഇതെല്ലാം റൺ ചെയ്ത് നോക്കാം. ഒരു 15 minute ടൈം ഫ്രെയിം പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡി ആയിട്ട് നമുക്ക് എൻട്രി കിട്ടും. അതാണ് ഫസ്റ്റ് എൻട്രി, അതാണ് സെക്കൻഡ് എൻട്രി. ഓക്കെ, ഇതാ പെർഫെക്റ്റ്. അപ്പോൾ ഇതൊന്നും ഞാൻ നേരത്തെ പോയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചൊന്നുമല്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു എൻട്രി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ അടുത്ത ക്ലോസ് ചെയ്യും, പിന്നെ ക്രാബ് റൺ ചെയ്യിക്കത്തില്ല. നമുക്കവിടെ ബാറ്റ് വർക്കൗട്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ വർക്കൗട്ടായ ബാറ്റിൻ്റെ പേരാണ് ബാറ്റ്. ഓക്കെ, 0.886 എൻട്രി, SL വിത്ത് ഹിയർ, ടാർഗറ്റ് ഇവിടെ. വേണമെങ്കിൽ ഈ ഹൈസ് വരെയൊക്കെ വെക്കാം. നമുക്ക് ഹൈ ടാർഗറ്റ് വെച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. അപ്പോൾ നോക്കാം, റൺ ചെയ്ത് നോക്കാം. കുറച്ച് ടൈറ്റ് ആയാലും പക്ഷേ സ്റ്റിൽ
ആ ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് ഹൈസ് പോകാനുള്ളത്. കണ്ടോ കണ്ടോ, ആ ഹൈസ് വരെ കറക്റ്റ് അങ്ങ് ഹൈ ടച്ച് ചെയ്തില്ലെങ്കിൽ അവിടെ വരെ പോയിട്ടുണ്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നിയർലി എത്ര കിട്ടിയാനെ ഒന്ന് നോക്കി പിടിച്ചിരുന്ന സപ്ലൈയിലാണ് ടാർഗറ്റ് വെച്ചിരുന്നെങ്കിൽ ഒരു 7 6 മണി പേര് വെച്ച് കിട്ടിയാനെ. ഇതിപ്പോൾ നമുക്ക് 4.61 6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേറെ കുറച്ച് ഇത് നോക്കാം. ഇതൊരു ഹാർമോണിക് ആയിരുന്നു, അപ്പോൾ അതൊന്നല്ലാതെ വലിയൊരു ഹാർമോണിക് പാറ്റേൺ കിട്ടുമെന്ന് നോക്കാം. അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി പ്രോബബിലിറ്റി. ഹയർ ദ ടൈം ഫ്രെയിം ഹയർ ദ പ്രോബബിലിറ്റി. എല്ലാ പാറ്റേണിലും അങ്ങനെ തന്നെ, എല്ലാ സ്ട്രാറ്റജിയിലും അങ്ങനെ തന്നെ. സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി വരച്ചു. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഒരു ക്രാബായിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ തേഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും എവിടെ ക്രാബ് ആക്കണം അല്ലെങ്കിൽ എവിടെ ഇത് വെക്കണമെന്നൊക്കെ. അപ്പോൾ ഇത് എക്സിറ്റ് എ ഞാൻ വെക്കുവാണെങ്കിൽ 0.382 ആണെങ്കിൽ ഇവിടെ ഇതൊരു W ആയിട്ട് എടുക്കാമായിരുന്നു. W ആയിട്ട് എടുത്ത് നോക്കാം വർക്കൗട്ട് ആവുന്നുണ്ടോ. പക്ഷേ എൻട്രി എടുക്കുന്നില്ല ഞാൻ. ഓക്കെ, എക്സിറ്റ് എ വാല്യൂ 0.5 വരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് 0.38 നമുക്ക് വരുന്ന എൻട്രീസ് ഒക്കെയാണ് ബാറ്റ്, ക്രാബ്, ഷാർക്ക്, സൈഫർ. ഇതിൽ ഷോൾഡർ വെളിയിലാണോ അകത്ത്. അതുകൊണ്ട് നമുക്കിവിടെ ബാറ്റ് വർക്കൗട്ടാകും, ക്രാബ് വർക്കൗട്ടാകും, ഷാർക്ക് പറ്റത്തില്ല, സൈഫർ പറ്റത്തില്ല. അപ്പോൾ ബാറ്റ്, ക്രാബ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്റിൻ്റെ എൻട്രി വരുന്നത് 0. ഇവിടെയാണ്, ഇവിടെ വരും. SL ഇതിൻ്റെ ഇവിടെയാണ് വരുന്നത്. സെക്കൻഡ് എൻട്രി വരുന്നത് ക്രാബിലാണ്. ക്രാബിൽ ഇവിടെ SL വരും, ഇവിടെ എൻട്രി, ഇവിടെ SL വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ടാർഗറ്റ് C2D ഫസ്റ്റത്തേതിന് C2D. അതിനകത്ത് എൻട്രി അറിയാൻ വെച്ചുള്ളൂ, ആക്ച്വലി C2D ആണ്. സോറി, ഇത് തന്നെയാണ് 0.618. നെക്സ്റ്റ് C2D, അവിടെ 0.618. ഇതൊന്നും എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യല്ലേ, ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതന്നേ ഉള്ളൂ. ആദ്യം തന്നെ SL അടിച്ച് കൈ കിട്ടിയിട്ടുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മനസ്സിലായത്, ഒരു എൻട്രി ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പെർഫെക്റ്റ് TP ആയിരുന്നു. കണ്ടോ, അവിടെ ക്രാബ് എൻട്രി നൈസിന് 2.446. അപ്പോൾ ഇത് ഫെയിൽ ആയെങ്കിലും നെക്സ്റ്റ് കിട്ടി. പക്ഷേ ഇതൊക്കെ ഇൻവാലിഡ് ആണ്. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളിതെടുത്ത് മാറ്റും. ഓക്കെ, അപ്പോൾ അതൊന്നും ഞാൻ വൗച്ച് ചെയ്യുന്നില്ല, അങ്ങനത്തെ ദുശീലങ്ങളൊന്നും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇത് മനസ്സിലാവുന്നില്ലെന്നൊന്നും ആരും പറയരുത് എൻ്റെ അടുത്ത്. കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ളതാണ്. ചോദിക്കാതിരുന്നിട്ട് ലാസ്റ്റ് മനസ്സിലായില്ല, ഇതെന്താ ഗാട്ട്ലിയാണോ സൈഫറാണോ ആ രീതിയിൽ സംസാരിക്കരുത്. ഓക്കെ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ മീൻ നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെ എങ്കിലും സ്റ്റിൽ നമ്മൾ ആ ഡെഡിക്കേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഇപ്പോൾ ഒരാൾ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് കാലം കുറേ ആയി ഗ്രൂപ്പിൽ, നമുക്ക് കുഴപ്പമില്ല. പിന്നെ നല്ല ട്രേഡേഴ്സ് ഒരുപാടുള്ളപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളത് ഫീസ് മേടിച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ച് കളയാനുള്ളതല്ല. നിങ്ങളൊരു നല്ല ട്രേഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ബെനിഫിറ്റ്സാണ്. മേ ബി നമുക്ക് ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിനെ ഗ്യാദർ ചെയ്യാം, അവരെ ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്യാം, പ്രോപ്പ് ഫേംസ് ഒരുമിച്ചെടുക്കാം, ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യാം, അതിലൊക്കെ പ്രോപ്പ് ഫേം ആവാം നമുക്ക് വേണമെങ്കിൽ. ആ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ നമുക്ക് വേണം. അത് നമ്മളെ മെമ്പേഴ്സിനെ എങ്ങനെ സെറ്റാക്കി എടുക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമില്ല, ഒരുപാട് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇത് നമ്മൾ മിസ്സായി പോയൊരു എൻട്രിയാണ്, പക്ഷെ ഞാൻ സ്റ്റില്ലൊന്ന് റീപ്ലേ എടുത്ത് കാണിച്ചു തരാം. ഇത് XABCD ഫിബൊനാച്ചി നമ്പർ ഉപയോഗിച്ചിട്ട് X to A വരെ ഡ്രോ ചെയ്യുക. റിജക്റ്റ് ആക്കാൻ 0.5 എന്നാണ്. 0.5 എന്ന് റിജക്റ്റ് ആകുമ്പോൾ ബാറ്റ് അല്ലെങ്കിൽ ഷാർക്ക് എടുക്കാം. ഇതിൻ്റെ അകത്തായതുകൊണ്ടാണ് ബാറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. നമുക്ക് ബാറ്റ് എടുക്കുന്ന എവിടെയാണ്? ഇവിടെ. SL വരുന്നത് ഇവിടെ. TP വരുന്നത് എവിടെയാണ്? ഇവിടെ നിന്ന് C2D വരെ എടുക്കുക. 0.618, അതായത് 4.12 വാറിന് അടുത്ത് കിട്ടുന്നുണ്ട്. എന്തായാലും നോക്കാം. കണ്ടോ, SL ഹിറ്റ് ആയില്ല. അതാ കണ്ടോ, കറക്റ്റ് വന്നിട്ട് ബീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു എൻട്രി എക്സാമ്പിൾ, നല്ലൊരു എൻട്രി ആയിരുന്നു കേട്ടോ.
സ്കാൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ടൈം ഫ്രെയിം പറ്റിയൊരു സ്ട്രാറ്റജി തന്നെയാണ് ഈ പറഞ്ഞ ഹാർമോണിക് പാറ്റേൺസ്. വേറെ വലിയ പാടൊന്നുമില്ല. ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വൈസ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹാർമോണിക് പാറ്റേൺ കാണുമ്പോൾ അതിന് വാല്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. എന്താ വലിയ പാടുണ്ടോ? X2A, X2B എല്ലാം ടെക്സ്റ്റ് ബുക്ക് വൈസ് ഞാൻ 2 വീഡിയോയിലോട്ട് പറഞ്ഞു തന്നു. ഓൾറെഡി ഇപ്പോൾ 50 മിനിറ്റായി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതും കൂടി തീർത്തിട്ട് ഒരു എൻട്രിയും കൂടി 1-2 എൻട്രി കൂടി ഞാൻ എടുത്ത് തന്നിട്ട് ഞാനങ്ങ് പോകാം. ഇതൊരു എൻട്രിയാണ്, ഡീപ്പ് ക്രാബ് എൻട്രി. നമുക്കങ്ങനെ ഫൈനലി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. XABC ബി വരുന്നത് X to A വരെ എടുക്കുന്നു. 1.618 എൻട്രി. സ്റ്റോപ്പ് ലോസ് 2. ടാർഗറ്റ് വരുന്നത് C to D വരെ വരച്ചിട്ട് 0.618 ഒരു 2.5R. നമുക്ക് അവിടെ നിന്ന് എൻട്രി ടാപ്പ് ആയിട്ടുണ്ട്. എൻട്രി ടാപ്പ് ആയ ഉടനെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് TP എവിടെയാണ് വരേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. 0.382 സെക്കൻഡ് TP വരേണ്ടത് 0.618 എൻട്രി വന്നത് ഇവിടെയാണ്, വന്നത് ഇവിടെയാണ്. പിന്നെ ഇത് റൺ ചെയ്ത് നോക്കാം. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് അടുത്തേക്ക് പോകാം. TP1 ഹിറ്റ്, TP2 ഹിറ്റ്, കണ്ടില്ലേ? ഡീപ്പ് ക്രാബ് എൻട്രി, 2 TP ഹിറ്റ്, 2.53R. സോ വർക്കൗട്ട് ആകാത്തൊരു സ്ട്രാറ്റജി എടുത്ത് നിങ്ങൾ വേണ്ടി അടിച്ചതെന്നൊന്നും പറയരുത്. നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നത്, ഏത് മാർക്കറ്റിലും അനായാസം വർക്കൗട്ട് ആകുന്ന സ്ട്രാറ്റജിയാണ് ഹാർമോണിക് പാറ്റേൺസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസൊക്കെ കാണിച്ചു തന്നു. നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് ലെങ്തി ആയി പോയെങ്കിലും വെൽ വർത്തിട്ടായിരുന്നു. ഹാർമോണിക് പാറ്റേൺസൊക്കെ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഐ തിങ്ക് 1-2 പാർട്ടും കൂടി വരും ഹാർമോണിക് പാറ്റേൺസ്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ QM പാറ്റേൺസിലോട്ട് പോകും. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.